Hi students, welcome back to our class. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നത് തിയറീസ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ടാക്സസിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേജർ ടാക്സസ് ഇൻ ഇന്ത്യ. അതായത് നമ്മുടെ തേർഡ് മൊഡ്യൂൾ പബ്ലിക് റവന്യൂവുമായി ബന്ധപ്പെട്ട മൊഡ്യൂളാണ്. ഇന്ത്യയെ എന്നല്ല ഏത് രാജ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിലും അവരുടെ റവന്യൂവിൻ്റെ വലിയൊരു ശതമാനം എന്ന് പറയുന്നത് ടാക്സസ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടാക്സസ്, മേജർ ടാക്സസ് ഇൻ ഇന്ത്യ ഏതൊക്കെയാണെന്ന് നോക്കാം. In the Indian Constitution, there is a clear division of tax jurisdiction between the central and the state government to avoid duplication in tax administration. ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ് പറയുന്നത്? സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമിടയിൽ ഏതൊക്കെ ടാക്സുകൾ ആര് പിരിക്കണം, എത്ര അളവിൽ പിരിക്കണം എന്ന് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും എന്തുണ്ട്? ഭരണഘടനയിൽ കൊടുത്തിട്ടുണ്ട്. അഥവാ ഏതെല്ലാം ടാക്സുകൾ കേന്ദ്ര ഗവൺമെൻറ്റിന് പിരിക്കാം, ഏതെല്ലാം തരത്തിലുള്ള ടാക്സുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പിരിക്കാം തുടങ്ങിയ വ്യക്തമായ എന്തുണ്ട് മാർഗരേഖ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ, അതായത് ഒരേ ടാക്സ് തന്നെ സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റും പിരിക്കുന്നതും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഭരണഘടനയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ദ ടാക്സസ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ഇൻക്ലൂഡ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടാക്സുകൾ ഏതൊക്കെയാണ്? ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, എക്സ്പെൻഡിച്ചർ ടാക്സ്, ഡെത്ത് ഡ്യൂട്ടി, ഗിഫ്റ്റ് ടാക്സ്, വെൽത്ത് ടാക്സ് എക്സെട്ര. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഹാവ് ദ അതോറിറ്റി ആൻഡ് പവർ ഓഫ് കളക്ഷൻ ഓവർ ലാൻഡ് റവന്യൂസ്. ഇനി സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കളക്ട് ചെയ്യാൻ അധികാരമുള്ള ടാക്സ് ഏതൊക്കെയാണ്? ലാൻഡ് റവന്യൂ, ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ഇൻകം, ടാക്സ് ഓൺ ലാൻഡ്, ബിൽഡിംഗ് ആൻഡ് മിനറൽ റൈറ്റ്സ്, എക്സൈസ് ഡ്യൂട്ടീസ് എക്സെട്ര. ഇങ്ങനെ തുടങ്ങിയ ടാക്സുകളാണ് സംസ്ഥാനങ്ങൾക്ക് പിരിക്കാൻ അധികാരമുള്ളത്. ഇനി ഓരോ ടാക്സും എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, ടാക്സസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സുകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇൻകം ടാക്സ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1860. 1860 അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ബൈ സർ ജെയിംസ് വിൽസൺ to meet the financial emergency caused by the mutiny of 1857. 1857 കലാപം ഉണ്ടായിരുന്നല്ലോ, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ അതുമൂലമുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാനാണ് 1860 സർ ജെയിംസ് വിൽസൺ ഈ ഒരു ഇൻകം ടാക്സ് എന്നൊരു സംവിധാനം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ദ ടാക്സ് വാസ് ഡിസ്കണ്ടിന്യൂഡ് ഇൻ 1865. 1865 എന്ത് ചെയ്തു? അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്, കാരണം ആവശ്യം കഴിഞ്ഞു എന്ന നിലക്ക്. ബട്ട് വാസ് റീ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1869. പക്ഷേ വീണ്ടും എന്ത് ചെയ്തു? 69 തിരിച്ചു കൊണ്ടുവന്നു. ഇറ്റ് വാസ് പുട്ട് ഓൺ എ പെർമനൻറ്റ് ഫൂട്ടിംഗ് ഇൻ 1886. 1886 പിന്നീട് അത് സ്ഥിരമാക്കിയത്. ടുഡേ ഇൻകം ടാക്സ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് റവന്യൂ. ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഇൻകം ടാക്സ്. രണ്ടാമത്തേത് കോർപ്പറേഷൻ ടാക്സ്. സോ വാട്ട് ഈസ് കോർപ്പറേഷൻ ടാക്സ്? ഇറ്റ് ഈസ് ലെവീഡ് ഓൺ ദ ഇൻകം ഏൺഡ് ബൈ ദ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഓഫ് കോർപ്പറേറ്റ് ബോഡീസ്. കോർപ്പറേറ്റ് കമ്പനികളുടെ വരുമാനത്തിന് ഈടാക്കുന്ന, വരുമാനം എന്നല്ല പ്രോഫിറ്റിന് ഈടാക്കുന്ന ടാക്സാണ് എന്ത്? കോർപ്പറേഷൻ ടാക്സ്. കോർപ്പറേഷൻ ടാക്സ് ഈസ് പെയ്ഡ് ഔട്ട് ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ്സ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ കോസ്റ്റ് ഏൺഡ് ബൈ ദ കോർപ്പറേഷൻ ഡ്യൂറിങ് ആൻ അസസ്മെൻറ്റ് ഇയർ. ഒരു സാമ്പത്തിക വർഷം ഒരു കമ്പനി, അതായത് ഒരു കോർപ്പറേറ്റ് കമ്പനി അവരുടെ എല്ലാ ചെലവുകളും കഴിച്ച് അവർക്ക് എത്രയാണോ പ്രോഫിറ്റ് ഉള്ളത് ആ പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം എന്ന രീതിയിലാണ് കോർപ്പറേഷൻ ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തത് എക്സ്പെൻഡിച്ചർ ടാക്സ്. സോ വാട്ട് ഈസ് എക്സ്പെൻഡിച്ചർ ടാക്സ്? ഇറ്റ് ഈസ് എ ടാക്സ് വിച്ച് ഈസ് ലെവീഡ് ഓൺ ദ ബേസിസ് ഓഫ് വൺസ് എക്സ്പെൻഡിച്ചർ റാദർ ദാൻ ഇൻകം. അതായത് ഒരാളുടെ വരുമാനത്തിനപ്പുറം അയാളുടെ ചെലവിനനുസരിച്ച് ടാക്സ് ഈടാക്കുന്നതിനെയാണ് എക്സ്പെൻഡിച്ചർ ടാക്സ് എന്ന് പറയുന്നത്. It is a direct tax to be levied on individuals with reference to the amount of the consumption expenditure. അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സ് പോലെ ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് എക്സ്പെൻഡിച്ചർ ടാക്സ്. അത് ഒരാളുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അയാൾ ഉപഭോഗത്തിന് അയാൾക്ക് എത്ര ചിലവ് വരുന്നുണ്ട് അതിനനുസരിച്ചാണ് എക്സ്പെൻഡിച്ചർ ടാക്സ് ഈടാക്കുന്നത്. On the recommendation of Professor Caldo, the expenditure tax was imposed as a partial structure in 1957. 1957 പ്രൊഫസർ കാൽഡോറിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് ഇന്ത്യയിൽ ഭാഗികമായിട്ട് എക്സ്പെൻഡിച്ചർ ടാക്സ് കൊണ്ടുവരുന്നത്. ബട്ട് വാസ് അബോളിഷ്ഡ് ഇൻ 1962. പക്ഷേ 62 അത് അബോളിഷ് ചെയ്തു, ഒഴിവാക്കി. ഇറ്റ് വാസ് അഗെയിൻ റീഇംപോസ്ഡ് ഇൻ 64 ആൻഡ് അബോളിഷ്ഡ് ഇൻ 66.
64 വീണ്ടും കൊണ്ടുവരികയും 66 ഒഴിവാക്കുകയും ചെയ്തു. ഇറ്റ് വാസ് അഗെയിൻ ലെവീഡ് ഫ്രം 1 നവംബർ 1987. 1987 1 നവംബർ മുതൽ വീണ്ടും അത് ചില പ്രത്യേക മാറ്റങ്ങളോടെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോഴും കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമുക്കറിയാത്ത ഒന്നാണ് എന്താണ് എക്സ്പെൻഡിച്ചർ ടാക്സ് എന്നുള്ളത്. അതിലൊരു ഉദാഹരണം, 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോയാൽ നമ്മൾ ബില്ല് പേ ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകും 10% എക്സ്പെൻഡിച്ചർ ടാക്സ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചില വില കൂടിയ കൺസംഷനൊക്കെയാണ് എക്സ്പെൻഡിച്ചർ ടാക്സ് ഉള്ളത്. ഓക്കെ, അടുത്തത് ദ നെക്സ്റ്റ് വൺ, ഡെത്ത് ഡ്യൂട്ടി. എന്താണ് ഡെത്ത് ഡ്യൂട്ടി എന്നുള്ളത്? അതിനെ പറയുന്ന വേറൊരു പേരാണെന്ത്? എസ്റ്റേറ്റ് ഡ്യൂട്ടി ആൻഡ് ഓർ ഇൻഹെറിറ്റൻസ് ടാക്സ്. സോ വാട്ട് ഈസ് ഡെത്ത് ഡ്യൂട്ടി? ഡെത്ത് ഡ്യൂട്ടി ഈസ് എ ഡയറക്റ്റ് ടാക്സ് ഓൺ പ്രോപ്പർട്ടി. വസ്തുക്കളുടെ മേലുള്ള ഡയറക്റ്റ് ടാക്സ് ആണ് എന്ത്? ഡെത്ത് ഡ്യൂട്ടി. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് അപ്പോൺ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആഫ്റ്റർ ഹിസ് ഡെത്ത്. ഒരു വ്യക്തി മരിച്ച് അയാളുടെ സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതായത് അനന്തരാവകാശികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള ടാക്സിനെയാണ് എന്ത് പറയുന്നത്? ഡെത്ത് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദർ ആർ 2 ways in which these duties are levied. 2 രീതിയിൽ ഈ ടാക്സ് കളക്ട് ചെയ്യാം. അപ്പോൾ വൺ ഈസ് കോൾഡ്, ഒന്ന് എസ്റ്റേറ്റ് ഡ്യൂട്ടി. 2 രീതി നമ്മൾ പറഞ്ഞു, 2 രീതിക്ക് 2 പേരാണുള്ളത്. ഒന്ന് എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്നും മറ്റൊന്ന് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്നും. അപ്പോൾ എന്താണ് എസ്റ്റേറ്റ് ഡ്യൂട്ടി, എന്താണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് നോക്കാം. എസ്റ്റേറ്റ് ഡ്യൂട്ടി ഈസ് ഇമ്പോസ്ഡ് ബിഫോർ ദ പ്രോപ്പർട്ടി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ സക്സസേഴ്സ്. അതായത് ഒരാൾ മരിച്ച അയാളുടെ സ്വത്ത് അനന്തരാവകാശികൾക്കിടയിൽ വിഭജിക്കുന്നതിന് മുമ്പ് ടാക്സ് വാങ്ങുകയാണെങ്കിൽ അതാണ് എന്ത്? എസ്റ്റേറ്റ് ഡ്യൂട്ടി. വൈൽ ഇൻഹെറിറ്റൻസ് ഡ്യൂട്ടി ഈസ് ലെവിഡ് ആഫ്റ്റർ ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡിസീസ്ഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ ഇൻഹെറിറ്റേഴ്സ്. പക്ഷേ ഇൻഹെറിറ്റൻസ് ടാക്സ് എപ്പോഴാണ് കളക്ട് ചെയ്യുന്നത്? ഒരാളുടെ സ്വത്ത് അയാൾ മരിച്ച് അനന്തരാവകാശികൾക്കിടയിൽ വീതിച്ചു കൊടുത്തതിന് ശേഷം ഈടാക്കുന്ന ടാക്സാണ് ഇൻഹെറിറ്റൻസ് ടാക്സ്. വീതിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ടാക്സ് വാങ്ങുകയാണെങ്കിൽ അതാണെന്ത്? എസ്റ്റേറ്റ് ഡ്യൂട്ടി. ഡെത്ത് ഡ്യൂട്ടി വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1953. 1953 എന്ത് ആദ്യമായിട്ട് ഡെത്ത് ഡ്യൂട്ടി കൊണ്ടുവന്നത്. ബൈ പാസിംഗ് ദ എസ്റ്റേറ്റ് ഡ്യൂട്ടി ആക്ട് 1953. എസ്റ്റേറ്റ് ഡ്യൂട്ടി ആക്ട് 1953 ആ ആക്ട് കൊണ്ടുവന്നതിലൂടെയാണ് ഡെത്ത് ഡ്യൂട്ടി എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഇറ്റ് വാസ് അബോളിഷ്ഡ് ഇൻ ദ ബജറ്റ് ഓഫ് 1995. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, 1895 അല്ല 1995. 1995 ബജറ്റിലൂടെ അതെന്ത് ചെയ്യുകയാണ്? ഒഴിവാക്കുകയാണ് ചെയ്തത്. അതായത് പ്രത്യേകിച്ച് അതിൽ നിന്ന് വലിയൊരു എമൗണ്ട് വരുമാനമൊന്നുമില്ല എന്ന് കണ്ടുകൊണ്ടാണ് ആ ഒരു സംവിധാനം ഒഴിവാക്കിയത്. കാരണം ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രൊസീജിയറുകൾ നടത്തണം. അത് കളക്ട് ചെയ്യാനുള്ള ഏജൻസി, അതിൻ്റെ കണക്ക് നോക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ വേണം. അപ്പോൾ കൂടുതൽ ചിലവാണ്. അപ്പോൾ വലിയൊരു അളവ് ലഭിക്കുന്നില്ല എന്ന് ടാക്സ് ലഭിക്കുന്നില്ല എന്ന് കണ്ടിട്ടാണ് എസ്റ്റേറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഡെത്ത് ഡ്യൂട്ടി എന്ത് ചെയ്ത് ഒഴിവാക്കിയത്. അടുത്തത് വെൽത്ത് ടാക്സ്. വെൽത്ത് ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് പ്രൊഫസർ കാൽഡോർ ഇൻ 1957. 1957 പ്രൊഫസർ കാൽഡോറിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് വെൽത്ത് ടാക്സ് കൊണ്ടുവരുന്നത്. വെൽത്ത് ടാക്സ് ഈസ് ആൻ ആനുവൽ ടാക്സ് ലൈക്ക് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിനെ പോലുള്ള ഒരു വാർഷിക ടാക്സാണ് വെൽത്ത് ടാക്സ്. ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ബൈ വിച്ച് ടാക്സ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ഇൻഡിവിജ്വൽസ്. ഇതും എന്താണ്? ഡയറക്റ്റ് ടാക്സ് സ്വഭാവത്തിലുള്ളതാണ്, വ്യക്തികളുടെ മേൽ ബാധ്യതയുള്ള ഒന്നാണ് വെൽത്ത് ടാക്സ്. അടുത്തത് ദ നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്? എ ടാക്സ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ് വാസ് ലെവീഡ് ഇൻ 1947. 1941 മുതൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്? കളക്ട് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ഗെയിൻസ് റെപ്രസെൻറ്റ് അപ്രിസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടി എക്സെപ്റ്റ് ദ ട്രേഡിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബോട്ട് ആൻഡ് സോൾഡ്. അതായത് ഈ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഭൂമി വാങ്ങി, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാങ്ങി, ഒരു ഫ്ലാറ്റ് വാങ്ങി, 2 വർഷത്തിനുള്ളിൽ അതിൻ്റെ വില എന്ത് ചെയ്തു? വലിയൊരു ശതമാനം വർദ്ധിച്ചു. ഇതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്, ഭൂമി, വീട്, ഇതിൻ്റെ ഒക്കെ മൂല്യം വർദ്ധിക്കുക, അതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങി അല്ലെങ്കിൽ ബോണ്ട് വാങ്ങി, ഇതൊക്കെ ക്യാപിറ്റൽ ഗെയിൻസിൽ പെടും. Capital gains occur if the selling price of land
buildings, stock exchange securities, etc. happen to be more than the amount invested in them. ക്യാപിറ്റൽ ഗെയിൻസ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ വിൽക്കുന്ന വില, അതായത് ഒരു വസ്തു നമ്മൾ 2 വർഷം 3 വർഷം മുമ്പ് വാങ്ങി, അത് വിൽക്കുമ്പോഴുള്ള വില എന്താണ്? നമ്മൾ വാങ്ങിയതിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതലാണ്. അപ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻസ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ക്യാപിറ്റൽ ഗെയിൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 കാറ്റഗറീസ്. 2 കാറ്റഗറി ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻസിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ദ ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഹെൽഡ് ഫോർ നോട്ട് മോർ ദാൻ 36 months. ഒരു വസ്തു നമ്മൾ വാങ്ങി 36 മാസത്തിൽ കൂടുതൽ നമ്മൾ കയ്യിൽ വെക്കാതെ തിരിച്ചു വിൽക്കുകയാണ്, മറിച്ച് വിൽക്കുകയാണ്. അപ്പോൾ അതിൽ വരുന്ന ഗെയിൻസ് ഉണ്ടാവുമല്ലോ, വിലയിൽ വരുന്ന വർധനമുണ്ടാവുമല്ലോ, അതിനെയാണ് എന്ത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അല്ല, ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തു, അതായത് ഒരു പ്രോപ്പർട്ടി നമ്മൾ 36 മാസത്തിന് ശേഷം 4 വർഷം 5 വർഷം 6 വർഷത്തിനൊക്കെ ശേഷം വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ വിലയിൽ വരുന്ന വർധനവിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും എന്താണ്? ഇവ 2 രീതിയിലാണ് അതിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി. എന്താണ് യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി? എക്സൈസ് ഡ്യൂട്ടി ഈസ് എ ക്രൂഷ്യൽ സോഴ്സ് ഓഫ് റവന്യൂ ടു ദ യൂണിയൻ ഗവൺമെൻറ്. ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ടാക്സുകളിൽ ഒന്നാണ് എക്സൈസ് ഡ്യൂട്ടി. ഇറ്റ് ഈസ് എ ടാക്സ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി. ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ചാൽ അതിന് മേൽ വരുന്ന ടാക്സ് ആണ് എന്ത്? എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ബിഫോർ ദ കമ്മോഡിറ്റി റീച്ചസ് ദ കൺസ്യൂമർ ഫോർ കൺസംഷൻ. ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ച് ഉപഭോക്താവിന് എത്തുന്നതിന് മുമ്പ്, അതായത് ആ ഒരു വസ്തു മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണെന്ത്? എക്സൈസ് ഡ്യൂട്ടി. ദ സെൻട്രൽ ഗവൺമെൻറ് ഈസ് എംപവേർഡ് ടു ലെവി എക്സൈസ് ഡ്യൂട്ടീസ് ഓൺ ഓൾ കമ്മോഡിറ്റീസ്. എല്ലാ വസ്തുക്കളുടെ മേലും എക്സൈസ് ഡ്യൂട്ടി ചുമത്താൻ അധികാരം ആർക്കാണുള്ളത്? കേന്ദ്ര ഗവൺമെൻറ്റിനാണുള്ളത്. ഓൺ ഓൾ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച എല്ലാതും എക്സെപ്റ്റ്, പക്ഷേ ഏതൊഴികെ? ആൽക്കഹോളിക് ലിക്കേഴ്സ്, ഓപ്പിയം ആൻഡ് അതർ നാർക്കോട്ടിക്സ്. കള്ള്, അതുപോലെ തന്നെ ഓപ്പിയം. ഓപ്പിയം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മയക്കുമരുന്ന് വസ്തുവാണ്. അതേപോലെ തന്നെ അത് മരുന്നിനായിട്ടും ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഓപ്പിയം. പിന്നെ നാർക്കോട്ടിക്സ്, മറ്റ് അതുപോലെയുള്ള ഡ്രഗുകൾ. ഇതിനൊന്നും ആർക്ക് എക്സൈസ് ഡ്യൂട്ടി ചുമത്താൻ കഴിയില്ല? കേന്ദ്ര ഗവൺമെൻറ് ചുമത്താൻ കഴിയില്ല. അതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണുള്ളത്. അപ്പോൾ ഈ നാർക്കോട്ടിക്സിലാണ് എന്ത്? നമ്മുടെ സിഗരറ്റ്, മറ്റേ ഹാൻസ് പോലുള്ള പെർമിറ്റബിളായി നമ്മുടെ കടകളിൽ വിൽക്കാൻ കഴിയുന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏതിലാണ് പെടുന്നത്? ഈ നാർക്കോട്ടിക്സ് എന്നതിലാണ് പെടുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ 3 ഒഴികെയുള്ള ബാക്കി എല്ലാ വസ്തുക്കളുടെ മേലും കേന്ദ്ര ഗവൺമെൻറ് എക്സൈസ് ഡ്യൂട്ടി ചുമത്തുന്നുണ്ട്. ഈ 3 സംസ്ഥാനങ്ങൾക്കാണ് എക്സൈസ് ഡ്യൂട്ടി ചുമത്താനുള്ള അധികാരം. അവസാനത്തേത്, കേന്ദ്ര ഗവൺമെൻറ് പിരിക്കുന്ന ടാക്സുകളിലെ പ്രധാനപ്പെട്ടതിൽ അവസാനത്തേതാണ് കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടീസ് ആർ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ഡ്യൂട്ടീസ്. ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണിത്. ദേ ആർ ടാക്സ് ഓൺ കൺസംഷൻ. കൺസംഷന് മേലുള്ള, ഉപഭോഗത്തിന് മേലുള്ള ടാക്സാണിത്. ഏത്? കസ്റ്റം ഡ്യൂട്ടീസ്. ഇറ്റ് യൂഷ്വലി ടേക്സ് ദ ഫോം ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആൻഡ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ്. കസ്റ്റം ഡ്യൂട്ടീസ് നമ്മൾ ഏറ്റവും അടുത്തറിയുക എക്സ്പോർട്ട് ഡ്യൂട്ടീസ്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോഴാണ്. അതായത് ഒരു വസ്തു ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട ടാക്സ്, ഒരു വസ്തു ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട ടാക്സ്. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആർ ലെവീഡ് ഓൺ ഗുഡ്സ് കമ്മിങ് ഇൻ ടു ദ കൺട്രി, വൈൽ എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ആർ ലെവീഡ് ഓൺ ഗുഡ്സ് ഗോയിങ് ഔട്ട് ഓഫ് ദ കൺട്രി. ഓക്കെ, നമുക്കറിയാം. ദർ ആർ 3 മെയിൻ പേർപ്പസസ് ഓഫ് ലെവിയിങ് കസ്റ്റം ഡ്യൂട്ടീസ്. ഇത്തരത്തിലുള്ള കസ്റ്റം ഡ്യൂട്ടി വാങ്ങുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? 3 പ്രധാനപ്പെട്ട പർപ്പസാണുള്ളത്. ടു പ്രൊട്ടക്ട് ദ ഹോം ഇൻട്രസ്റ്റ് അഗെയിൻ ഫോറിൻ കമ്പനീസ്. വിദേശ കമ്പനികൾ വന്ന് ഇന്ത്യ കൈയടക്കുന്നത് തടയുക. അതായത് ഇന്ത്യയിലുള്ള കമ്പനികളെ, ഇന്ത്യൻ ഉൽപ്പാദകരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇമ്പോർട്ട് ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ വിദേശ കമ്പനികൾ വന്ന് ഒരുപാട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അവരുടെ വസ്തുക്കൾ കൊണ്ടുവരികയും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് മാർക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ, ടു റൈസ് ദ സഫിഷ്യൻറ്റ് റവന്യൂ. ആവശ്യത്തിന് റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമതൊരു പർപ്പസ്. മൂന്നാമത്തത്, ഇൻസ്ട്രുമെൻറ്റ് ടു റൈസ് പ്രൊഡക്ടിവിറ്റി. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളത്.
ഓക്കെ, ഇങ്ങനെ 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ത് കസ്റ്റം ഡ്യൂട്ടി ഗവൺമെൻറ് നിർബന്ധമാക്കുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പിരിക്കുന്ന ടാക്സുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് കസ്റ്റം ഡ്യൂട്ടീസ്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, വെൽത്ത് ടാക്സ്, ഡെത്ത് ഡ്യൂട്ടി, എക്സ്പെൻഡിച്ചർ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ്. ഇതൊക്കെയാണ് സെൻട്രൽ ഗവൺമെൻറ് പിരിക്കുന്ന പ്രധാനപ്പെട്ട ടാക്സുകൾ. ടാക്സസ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ടാക്സുകൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ടാക്സുകൾ. ലാൻഡ് റവന്യൂ. ലാൻഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു നിശ്ചിത ശതമാനം, അതാണ് ലാൻഡ് റവന്യൂ. ലാൻഡ് റവന്യൂ ഈസ് ദ ഓൾഡസ്റ്റ് ഓഫ് ഓൾ ടാക്സസ്. എല്ലാ ടാക്സുകളിലും ഏറ്റവും പഴയ ടാക്സ് ആണെന്ത്? ലാൻഡ് റവന്യൂ എന്നുള്ളത്. ആൻഡ് അറ്റ് പ്രസൻറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാക്സ് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ്. ഇന്ന് കാർഷിക ഭൂമിയുടെ മേൽ പ്രധാനപ്പെട്ട ഒരു ടാക്സ് ആണെന്ത്? ലാൻഡ് റവന്യൂ. ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഹാവ് ഗ്രേറ്റ്ലി ഡിക്രീസ്ഡ് ഇൻ റീസെൻ്റ് ടൈംസ്. പക്ഷേ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞു വന്നിട്ടുണ്ട്. ലാൻഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമിയിൽ നിന്ന് എത്രയാണോ കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം ടാക്സ് ആയിട്ട് കൊടുക്കുക. രണ്ടാമത്തത് അഗ്രികൾച്ചർ ഇൻകം ടാക്സ്. എന്താണ് ഈ അഗ്രികൾച്ചർ ഇൻകം ടാക്സും ലാൻഡ് റവന്യൂവും തമ്മിലുള്ള വ്യത്യാസം? അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ എത്രയാണോ കൃഷി ചെയ്ത് അവന് വരുമാനം ഉണ്ടായത്, അവൻ്റെ ആ ഒരു കാർഷിക വരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ലാൻഡ് റവന്യൂ, ഇപ്പോൾ എല്ലാ കർഷകരും അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് കൊടുക്കാൻ യോഗ്യരായിക്കൊള്ളണം എന്നില്ല. കാരണം അവരുടെ വരുമാനം അതിനനുസരിച്ച് ഉണ്ടാവില്ല. നേരെ മറിച്ച് ലാൻഡ് റവന്യൂ എന്ന് പറയുമ്പോൾ കൃഷി ചെയ്യുന്ന ഭൂമിയുള്ള എല്ലാവരും അവരുടെ വിളവിൻ്റെ ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യണം? ലാൻഡ് റവന്യൂ ആയിട്ട് കൊടുക്കണം. അഗ്രികൾച്ചറൽ ടാക്സ് റവന്യൂ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ബീഹാറാണ് 1938. ചില സംസ്ഥാനങ്ങൾ എന്താണ്? പ്ലാന്റേഷൻ ക്രോപ്പ്, അതായത് ഈ റബ്ബർ, കശുവണ്ടി തുടങ്ങിയ പ്ലാന്റേഷൻ ക്രോപ്പുകളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ഈടാക്കുന്നത്. മൂന്നാമത്തത് സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ. എന്താണ് സ്റ്റാമ്പ് ഡ്യൂട്ടി? മുദ്രപത്രത്തിൻ്റെ പൈസ, അതിനെയാണ് മുദ്രപത്രത്തിനാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ഫീ, ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീസ്, അതേപോലെ തന്നെ അതിനു വേണ്ട സ്റ്റാമ്പ് പേപ്പർ ചെലവ്, ഇതൊക്കെയാണ് എന്ത്? സംസ്ഥാനങ്ങളുടെ സംസ്ഥാനങ്ങൾ പിരിക്കുന്ന ടാക്സ്. നാലാമത് മോട്ടോർ വെഹിക്കിൾ ടാക്സ്. ഇറ്റ് വാസ് ഫസ്റ്റ് ഇമ്പോസ്ഡ് അണ്ടർ ദ ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1914. 1914 ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ടിന് കീഴിലാണ് ആദ്യമായിട്ട് എന്ത് കൊണ്ടുവന്നത്? മോട്ടോർ വെഹിക്കിൾ ടാക്സ് കൊണ്ടുവന്നത്. ദ ബേസിസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആസ് വെൽ ആസ് ദ റേറ്റ്സ് വാരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഓരോ സംസ്ഥാനങ്ങൾക്കനുസരിച്ചും ഏത് രീതിയിലാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്, എത്ര എമൗണ്ട് ആണ് എന്നതൊക്കെ മാറ്റമുണ്ട്. 2 രീതിയിലാണ് ഇത്തരത്തിലുള്ള ടാക്സ് കളക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലെവീഡ് ഓൺ ദ ബേസിസ് ഓഫ് ലെയ്ഡ് ആൻഡ് വെയ്റ്റ്. വാഹനത്തിൻ്റെ തൂക്കത്തിനനുസരിച്ചാണ് ഒരു രീതിയിൽ ഈ ടാക്സ് കളക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ആ വാഹനത്തിൽ എത്രയാണ് ആളുകളെ കൊള്ളാൻ കപ്പാസിറ്റി ഉള്ളത്, അതായത് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ്. അപ്പോൾ അതാണ് എന്ത്? മോട്ടോർ വെഹിക്കിൾ ടാക്സ്. അഞ്ചാമത്തത് എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ 62nd എൻട്രി ഓഫ് സെക്കൻഡ് എൻട്രി ലിസ്റ്റ് ഓഫ് 7th ഷെഡ്യൂൾ എംപവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു ഇമ്പോർട്ട് എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. എന്താണ് നമ്മൾ ഈ പറഞ്ഞു വന്നത്? ഭരണഘടനയുടെ 7th ഷെഡ്യൂളിലാണ് എന്തുള്ളത്? സംസ്ഥാനങ്ങളുടെ സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അതായത് സംസ്ഥാനങ്ങൾക്ക്, കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന അധികാരം, സംസ്ഥാനങ്ങൾക്ക് കീഴിൽ വരുന്ന അധികാരം തുടങ്ങിയ വെവ്വേറെ ലിസ്റ്റുകളുള്ളത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും 7th ഷെഡ്യൂളിൽ. അപ്പോൾ 7th ഷെഡ്യൂളിലെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് എന്ത് പറയുന്നത്? ഭരണഘടനയിൽ പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട്. അപ്പോൾ എന്താണ് ഈ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്? നമ്മൾ ഈ ഉല്ലാസ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ടിക്കറ്റിന് മേൽ വരുന്ന ടാക്സ്. എക്സാമ്പിൾ തിയേറ്റർ, സിനിമ, സർക്കസ്, ഇതിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ടിക്കറ്റിൽ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞ് ഇത്ര ശതമാനം എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ അതൊക്കെ GSTയിലാണ് പെടുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടീസ്. എന്താണ് സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടീസ്? നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിയൻ എക്സൈസ് ഡ്യൂട്ടീസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 3 വസ്തുക്കളിൽ സംസ്ഥാനങ്ങൾക്കാണ് എക്സൈസ് ഡ്യൂട്ടി പിരിക്കാനുള്ള അധികാരം. അതാണ് ആൽക്കഹോളിക് ലിക്കർ, ഓപ്പിയം ആൻഡ് അതർ നാർക്കോട്ടിക്സ്. ഓക്കെ, ഇത് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ല,
വേറെ പ്രദേശത്ത് നിന്ന് സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ അങ്ങനെയും ഇതിനെന്തുണ്ട്, ടാക്സ് കളക്ട് ചെയ്യാം. അടുത്തത് ടാക്സസ് ഓൺ അർബൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. എന്താണ് അർബൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി? വെൻ എ ലാൻഡ് ഈസ് പുട്ട് ടു നോൺ അഗ്രികൾച്ചറൽ യൂസ് ലൈക്ക് കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് or erecting an industrial plant, owner of the land gets an unearned increment because of the extraordinary increase in the value of land in the cities. അതായത് നമ്മുടെ ഒരു ഭൂമി കാർഷിക ആവശ്യത്തിനല്ലാതെ നമ്മൾ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ അതിൽ നമ്മൾ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടറിയോ ഇൻഡസ്ട്രിയോ ഒക്കെ ഉണ്ടാക്കുന്നു. അതുമൂലം എന്ത് സംഭവിക്കുന്നു? ആ ഭൂമിക്ക് വില വർദ്ധിക്കുന്നു. അപ്പോൾ അത് ഇത്തരത്തിൽ വില വർദ്ധിക്കുന്നതിന് ഈ ഒരു ഇൻക്രിമെൻ്റ് ഉണ്ടാകുന്നതിന് മേൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സിനെയാണ് എന്ത് പറയുന്നത്? അർബൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ടാക്സസ് ഓൺ അർബൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നീക്കാൻ കഴിയാത്ത, അതായത് ഭൂമി, ബിൽഡിങ്, ഇതൊക്കെയാണ് എന്ത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അവസാനത്തെ ഒരു ടാക്സ്, സംസ്ഥാനങ്ങൾ പിരിക്കുന്ന പ്രധാനപ്പെട്ട ടാക്സുകളിൽ അവസാനത്തേത് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, അതായത് കറണ്ടിന് വരുന്ന ചാർജ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് എംപവേർഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ലെവി ഇലക്ട്രിസിറ്റി ഡ്യൂട്ടീസ്. കറണ്ട് ഉപയോഗത്തിന് മേൽ ടാക്സ് ഏർപ്പാടാക്കാൻ ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്? സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് സംസ്ഥാനങ്ങൾ പിരിക്കുന്ന പ്രധാനപ്പെട്ട ടാക്സ്: ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, taxes on urban immovable property, state excise duties, entertainment tax, motor vehicle tax, stamp duty and registration fee, agricultural income tax, land revenues. ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. എല്ലാവരും വായിച്ചു നോക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.